നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പക്ഷി നിരീക്ഷണത്തിനായും ശാസ്ത്രീയ ഗവേഷണത്തിനായും ജീവിതം സമർപ്പിച്ച ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. വർഷങ്ങളായി പക്ഷികളെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന റിട്ടയർഡ് അധ്യാപകനായ അലനല്ലൂരിലെ യഹ്യ ഹാറൂണിനെ പരിചയപ്പെടാം. കഴിഞ്ഞ 5 വർഷമായി യഹ്യ ഹാറൂൺ പക്ഷികളോടൊപ്പമാണ്. കരിങ്കല്ലത്താണി മാണിക്യപറമ്പ് സർക്കാർ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച കോട്ടപ്പറമ്പിൽ യഹ്യ ഹാറൂൺ ഒഴിവു സമയം പക്ഷികളോടൊപ്പം ചെലവഴിച്ച് വിശ്രമ ജീവിതം രസകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷികളെ നിരീക്ഷിക്കാനുള്ള ബൈനോക്കുലറും പക്ഷികളെപ്പറ്റി പഠിക്കാനുള്ള പുസ്തകങ്ങളും കൈവശമുണ്ട്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പുഴ, സൈലന്റ് വാലി, നെല്ലിയാമ്പതി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്യവേ 2021 അദ്ദേഹം വിരമിച്ചത്. 2019 പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിനോദത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. പക്ഷി നിരീക്ഷണത്തിലൂടെ ഒരുപാട് പുതിയ പക്ഷികളെക്കുറിച്ച് പഠിക്കാനും അറിയുവാനും അതുപോലെ തന്നെ അന്യം നിന്നുപോയ പല പക്ഷികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷി നിരീക്ഷണത്തിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവരുമായി യഥാസമയം ബന്ധപ്പെടാനും അദ്ദേഹം മടി കാണിക്കാറില്ല. പക്ഷികളെ തിരിച്ചറിയുന്നതിന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിന് ആവശ്യമായ മെർലിൻ ആപ്പിൽ നോക്കി പക്ഷി ഏതാണെന്ന് കണ്ടെത്തുന്നു. നൂതന സംവിധാനം വന്നതോടുകൂടി പക്ഷി നിരീക്ഷണം വളരെ എളുപ്പകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അന്തരിച്ച ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സലീം അലിയുടെ ജന്മദിനമാണ് ഇന്ന്. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും പലരും മറന്നുപോയി, പക്ഷികളെ സംരക്ഷിക്കുന്നതിലൊക്കെ മറന്നുപോയ അവസ്ഥയാണുള്ളത്. പക്ഷി നിരീക്ഷണത്തിലൂടെ നമുക്ക് ഒരുപാട് പക്ഷികളെ പഠിക്കുന്നതിനും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന പക്ഷികളെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നതിനും നല്ലതാണ്. ഞാൻ ഏകദേശം 5 വർഷമായി പക്ഷി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൈലന്റ് വാലി, കാഞ്ഞിരപ്പുഴ അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിന് പോകാറുണ്ട്. കഴിഞ്ഞ തവണ തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് CPI UP സ്കൂളിലെ സ്കൗട്ട് വിദ്യാർത്ഥികളുമായി പക്ഷി നിരീക്ഷണത്തിന് പോയപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വലുതായിരുന്നു അദ്ദേഹം ഓർമ്മിച്ചു പറഞ്ഞു. വിദ്യാലയങ്ങളിലെ പരിസ്ഥിതി ക്ലബിലെ പ്രവർത്തകർക്ക് പക്ഷി നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കിയ പുതിയ തലമുറയിലെ കുട്ടികളും പക്ഷികളെ നിരീക്ഷിക്കാനും അവയെപ്പറ്റി പഠിക്കുവാനും സംരക്ഷിക്കണമെന്നുള്ള ആവശ്യകതയും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ എന്ത് ചെയ്തു? അമ്മാവന് ഈ 10 വയസ്സുള്ള സലീം അലിയെ വിളിച്ചിട്ട് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി പക്ഷികളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ദിനമാണ് പക്ഷി നിരീക്ഷണ ദിനമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ പക്ഷി നിരീക്ഷണത്തിൽ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും കൊണ്ട് പുതിയ അറിവ് കണ്ടെത്താൻ പ്രയത്നിക്കാറുണ്ട്. നമ്മളൊരു പക്ഷിയെ കണ്ടെത്തിയാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസം നേരിട്ടാൽ ബുക്ക് വഴി റെഫർ ചെയ്തോ അതല്ലെങ്കിൽ മെർലിൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴി അവരുടെ സൗണ്ട് ഐഡിയോ അതല്ലെങ്കിൽ പിക്ചറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷി നിരീക്ഷണം വളരെ എളുപ്പമായി തോന്നുന്നുണ്ട്. പുതിയ ഇനം കിടക്കകളുടെ കമനീയ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി. മണ്ണാർക്കാട് റോഡിലെ യാറത്തിനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇംബെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട്. 8000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിൻ്റെ കൂടെ 2 തലയണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു. എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു. കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇംബെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. കൂടുതൽ
വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.